ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഉള്ളത് ബോംബെയിലാണ്. ദുബൈയിൽ നേരെ ബോംബെയിലേക്ക് വന്ന് ഇപ്പോൾ ബോംബെയിലാണുള്ളത്. പിന്നെ ഐഷു വരുന്നുണ്ട് ബോംബെക്ക് ഇന്ന്. ഇപ്പം ഐഷു വരും ഏകദേശം ഉച്ചക്ക് ഒരു 12 മണിയാകുമ്പോൾ എത്തും. അങ്ങനെ ഞാൻ ഫുള്ള് റെഡി ആയിട്ട് ഐഷുവിനെ കൂട്ടാൻ പോകുന്നുണ്ട്. ബാക്കി വിശേഷം നമുക്ക് ഐഷുവിനെ കൂട്ടാൻ പോയിട്ട് വന്നിട്ടേച്ച് നോക്കാം എന്ത് കഥയെന്നെല്ലാം. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ബോംബെയിൽ ഒരു 2 ദിവസമായി. നല്ല അടിപൊളി പ്ലേസാണ്, ജീവിതത്തിൽ ഇന്ത്യയിൽ എക്സ്പ്ലോർ ആക്കേണ്ട പ്ലേസാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഐഷാക്ക് ഒരു കാര്യമായ ഒരു സ്ഥലം കാണിക്കണമെന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണിക്കണമെന്നെല്ലാം ഉണ്ട്. നോക്കാം, വന്നിട്ട് സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോവും, അതല്ലെങ്കിൽ നാളെ പോവും. ചൂടുന്ന തിരക്കിലാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്ന് പോവാം. ഇപ്പോൾ പോയിട്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് അവിടെ വരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. അവിടെ പോയിട്ട് അവളെ എടുത്തിട്ട് നേരെ വരാം. ഇപ്പോൾ ഈ റൂം ലോക്കാക്കിയിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ നിന്ന റൂം ഇനി വേറെ റൂമിലേക്ക് പോകണം. ബൈക്കെല്ലാം ഉണ്ട് ഗൈസ്, ബുള്ളറ്റ്. ഇപ്പോൾ ഇതെടുത്തിട്ട് പോകണം. പോകുമ്പോൾ ഇതാ ഫുള്ള് ഉറങ്ങുന്ന സമയം തോന്നും. രാത്രി ഫുള്ള് ഓണും, രാവിലെ ഉറക്കും. അപ്പോൾ ഞാൻ നല്ല അടുത്തൊരു ചങ്ങായി ഉണ്ട്, അവിടെ പോയിട്ട് അവനോടൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊണ്ടിറക്കാൻ പറയണം. അപ്പോൾ പോകണം ഗൈസ്. ഐസിനെ കൂട്ടാൻ പോകുന്ന അടുത്ത് നല്ലൊരു ചായ കുടിക്കാൻ അയച്ചിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഐശ്വര്യ കൂട്ടാൻ ഒരു ചായ അടിക്കാം, നേരെ പോവാം റെയിൽവേ സ്റ്റേഷനിൽ. സെറ്റ്. അപ്പോൾ ഗൈസ് ഐഷു ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുറേ രാത്രിയായി വീഡിയോ ഇടുമ്പോൾക്ക്. എന്തെങ്കിലും വന്ന് ഞങ്ങൾക്ക് ഫാമിലീൻ്റെ അവിടെ ഒരു ബിരുന്നുണ്ട്, അതിന് ബിരുന്നെല്ലാം കഴിഞ്ഞിട്ട് ഇതായി ഐഷു ഫോണിൽ കളിക്കുന്നുണ്ട് കിടന്നിട്ട്. ഇൻഷാ അല്ലാ പുറത്തെല്ലാം ഇങ്ങനെ പോകണം. പുറത്തെല്ലാം പോയിട്ട് നമ്മൾ വീഡിയോ റെഡി ആക്കുന്നതായിരിക്കും. മെയിൻ ഐഷുവിനോട് കൊടുത്തതെന്ന് വെച്ചാൽ ഫുഡിൻ്റെ വ്ളോഗെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അതിനാണ് ഞങ്ങൾ മെയിൻ ഐഷുവിനെ പൊക്കിയത്. അല്ല ഐഷോ, ഞമ്മ ഫുഡിൻ്റെ വ്ളോഗല്ലേ ഇനി ചിലപ്പോൾ ദുബൈക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടന്നാൽ കൊണ്ടുപോകും. പിന്നെ എന്താ പറയാനുള്ള വീഡിയോസിനെല്ലാം കുറേ കമൻറ്റ് വരുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കുറേ. ഒരു വീഡിയോ 1,000,000.3 അത്ര ഇഷ്യൂ. ആ ഒരു വീഡിയോക്ക് ഫുൾ കമൻറ്റ് ബാഡ് തന്നെ. എന്തിനാന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞങ്ങൾ ഇപ്പോൾ വന്നിച്ചിട്ട് തന്നെ ഉണ്ട്. പിന്നെ കമൻറ്റ് ഇടുന്ന ചറപ്പറ കമൻറ്റ് ഇട്ടോ, പ്രശ്നമില്ല, കഥയില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എല്ലാം ഞങ്ങൾ ഇങ്ങനെ പറയുന്നതായി കുറേ ആയി. യൂട്യൂബ് വ്ളോഗ്സ് ഒന്നും ചെയ്യാത്തത് തന്നെ. ഒന്നാമത് ഐഷുക്ക് 24 മണിക്കൂർ റീൽസ് കളിക്കുന്നതായി. അങ്ങനെ ഓളെന്തെങ്കിലും കുറ്റം പറയണം. അപ്പോൾ ഓളെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഓളെന്താക്കും, സംസാരിക്കും, ബായ് തുറക്കും. ഇപ്പം നോക്കിയതാ ഫോണിലാ എനി ടൈം ഇൻസ്റ്റാഗ്രാമാണ്. അങ്ങനെ എത്ര 24 മണിക്കൂർ താണ്ടി ഐഷുദാ ഞങ്ങളെ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് എല്ലാം ഞങ്ങൾ ചെയ്യും അല്ല. ഇൻഷാ അല്ലാ നമ്മളെ യൂട്യൂബ് ഇനിയും കുറച്ചുകൂടി യൂട്യൂബിനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഇൻഷാ അല്ലാ എല്ലാം റെഡിയാവും. എല്ലാം റെഡിയാക്കിയിട്ടായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. ഇൻസ്റ്റായിലും യൂട്യൂബിലും എല്ലാത്തിലും അടിച്ച് പൊളിക്കുന്ന വീഡിയോ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ട പോലെ ഒന്നല്ല. വീഡിയോ എല്ലാം കുറേ മാറ്റങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാത്രം എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം. പിന്നെ ഐഷുവിനോട് ഷെയർ ആക്കിയിട്ടാ, ഐഷുവോട് ഷെയർ ആക്കണം. നല്ലൊരു ക്യാമറ എടുക്കണമെന്നുണ്ട് ഐഷു, നല്ലൊരു സ്പീക്കർ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എന്താക്കാം, നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പുറത്തത്തെ ഒരു കാഴ്ചയിൽ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഐഷുവിനെ കൂട്ടിയിട്ട് അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വന്ന് ഞങ്ങൾ ജ്യൂസ് എല്ലാം ട്രൈ ആക്കി. നല്ല അടിപൊളി എന്താ പറയുക, ഫ്രഷ് ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് വിത്ത് ബോംബെ. നല്ല അടിപൊളി വൈബ് ഗൈസ്. ബോംബെയിലേക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് നൈറ്റ്. ഈ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ബോംബെയിൽ ഒരു മജ ഉണ്ടല്ലോ. പക്ഷേ എന്താ പറയുക, രാത്രി കഴിഞ്ഞാൽ ബോംബെ ഭയങ്കര വൈബാണ്. ഇങ്ങനെല്ലാം എൻജോയ് ആക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഐഷു ആണെങ്കിൽ ഫുള്ള് സ്ട്രീറ്റിലുള്ള എല്ലാ സാധനങ്ങളും നോക്കിയിട്ട് എൻജോയ് ആക്കുന്നുണ്ട്.
ഐശു എന്തോ ബാണോന്ന് പറഞ്ഞിന് അതിനെ പൈതിക്കൊണ്ട് പോവുകയാണിപ്പോൾ. ബൈലെല്ലാം ഫുൾ എന്താ പറയല് ഷോപ്പും കാര്യങ്ങളും ജ്യൂസിൻ്റെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് മരിക്കാം, തിന്നിട്ട് മരിക്കട്ടെ അറിയുന്നില്ല. അങ്ങനത്തെ ആൾക്കെല്ലാം തിന്നിട്ട് മരിക്കാം. അടിപൊളി വാച്ചും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ എന്താ ഇങ്ങോട്ട് വരാം. നല്ല വാച്ച് പറഞ്ഞാൽ മോശമല്ല, കൊള്ളാം. ഡ്രസ്സ് നല്ല ഫുൾ ഡ്രസ്സ് ഉണ്ട്, വാച്ച് ഉണ്ട്. വാച്ചെല്ലാം വേണേൽ ഇങ്ങോട്ട് വരാം. ഐശുൻ്റെ ഒരു എൻജോയ് ആയിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു സാധനം നോക്കിക്കൊണ്ട് എന്നോട് എന്തോ മേക്ക് കൊടുക്കാൻ പറഞ്ഞു, അത് പൈതിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നോട് പറയും ആ സാധനം എടുത്തു വയ്ക്കൂ. ഇതാണ് നമ്മളെ സ്ട്രീറ്റിലെ കൂടിയിട്ട് ഇങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി നടക്കുന്നുണ്ട്. ലിഫ്റ്റിക്ക് അടുത്തത് ലിഫ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞ് കരിയുകയാണ്. ഓക്കെ, ഈ വീഡിയോ കഴിയുന്ന സമയത്ത് ഓളെ കയ്യിലൊരു 2-3 കൊട്ട ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നോക്കാം ലിഫ്റ്റിക്ക് ഇത് ഇവിടെ ഉണ്ട്. നല്ല ഒരു സോഡ കുടിക്കാൻ വന്നിട്ടുണ്ട്. ബോംബെയിൻ്റെ അതിമനോഹരമായ ടൗണിൽ കൂടി സോഡ കുടിക്കാൻ വന്നിട്ടുണ്ട്. പെരലൊന്നും കുത്തിരിക്കേണ്ട മക്കളെ. ഇടയ്ക്കിടയ്ക്ക് ഏത് ജില്ലയിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും വൈഫിനെ കാണാൻ എത്തിക്കൊള്ളണം. അല്ലാന്നുണ്ടെങ്കിൽ വൈഫ് വെടിയെടുക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കാര്യമായ ബോംബെയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അല്ല ഷോ പർച്ചേസ് കഴിഞ്ഞില്ല, സെറ്റല്ല. നല്ല ദോശയും പൊറോട്ടയും നല്ല ബീഫ് കറിയും വന്നിട്ടുണ്ട്. അടിപൊളി ബീഫിൻ്റെ ഫ്രൈ അങ്ങനെയുണ്ട്, സൂപ്പറല്ല. ഇന്ന് നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കൂട്ടിക്കൊടുന്ന നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.